നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. ഇതിൽ എന്തെങ്കിലും അധിക പ്രസംഗമോ അവിവേകമോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്നെ ശപിക്കരുത്. ശപിക്കാനോ? ഞാനോ? പാപഭാരം പേറിയാലെന്ന് ഞാൻ ആരെ ശപിക്കാൻ? എന്റെ ദേവിയെ കരയിപ്പിച്ചെന്റെ ശിക്ഷ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവി ഇത് അങ്ങനൊന്നും പറയരുത്. ഞാൻ ചേട്ടനെ എന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും ശപിച്ചിട്ടില്ല. അതിന് നീ എന്തിനാ എന്നെ ശപിക്കുന്നു? ഒരു ദേവതയെ പോലുള്ള നിന്നെ കരയിപ്പിച്ച സാക്ഷാൽ ദൈവം എന്നെ വെറുതെ വിടുവോ? അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാമെന്ന കാര്യം പറയട്ടെ. പറയൂ. എന്റെ മകൾ മീനാക്ഷിയുടെ കല്യാണം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജന്മം മുഴുവൻ എനിക്ക് സന്തോഷിക്കാനുള്ള സമ്മാനം തന്ന ആളാ ജയേട്ടൻ. അങ്ങെനിക്ക് വലിയ ദാനമായി തന്ന നിധിയ മീനാക്ഷി. പ്രസവിച്ചത് മാധുരിയാണെങ്കിലും അവളുടെ അമ്മ ഞാന്. ഇപ്പൊ അവളുടെ അമ്മയായ ഞാനും അവളെ ജനിപ്പിച്ച അച്ഛനും രണ്ട് തീരത്താണെങ്കിലും അങ്ങയുടെ അനുവാദം ഇല്ലാതെ മീനാക്ഷിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കില്ല. ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം ജയേട്ടന്റെ അമ്മയും അച്ഛനും കൂടിയാ എന്റെ അറിവോടെ. മീനാക്ഷി ദേവിയുടെ മകളായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. സമയം തീരും മുമ്പ് പറയാനുള്ള കാര്യം പറയട്ടെ. പറയൂ. വരുന്ന സെപ്റ്റംബർ 10-ാം തീയതി രാവിലെ 9:30-ക്കും 10:30-ക്കും ഉള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ മകൾ മീനാക്ഷിയുടെ കല്യാണമാണ്. വരൻ ചെമ്പകമംഗലത്ത് ജഗദീശന്റെ അളിയൻ വൈശാഖ്. കല്യാണത്തിനും തുടർന്നുള്ള ചടങ്ങുകൾക്കും ഞാൻ ഔദ്യോഗികമായി അങ്ങേ ക്ഷണിക്കുന്നു. അങ്ങ് വരണം. എന്റെ പൊന്നുമോളെ അനുഗ്രഹിക്കണം. ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് കാലമാണ്. അങ്ങ് ക്ഷമിക്കണം. ദേവി, അത് ശരി, രണ്ടുപേരും കരയായിരുന്നു. അങ്കിൾ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയാതെ? ദൈവമെന്നോ മനഃപൂർവ്വം വേർപെടുത്തിയ നിങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ശുഭകാര്യം നടക്കാൻ പോവുക. സന്തോഷിക്കേണ്ട സമയത്ത് കരയുന്നത് ശരിയല്ല. അങ്കിളിന് കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ അനുവാദങ്ങളും ഞാൻ ജയിൽ അധികൃതരെ കൊണ്ട് ശരിയാക്കുന്നുണ്ട്. പെർമിഷൻ ഉറപ്പായിട്ടും കിട്ടും. അപ്പോ ഒരിക്കൽ കൂടി മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ. വരുന്ന സെപ്റ്റംബർ 10-നാണ് മീനാക്ഷിയുടെ കല്യാണം.
അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ. ഇന്നലെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ അതെ, ഞാൻ തിരിച്ചു വിളിക്കാവേ. കാര്യങ്ങളെല്ലാം അതിന്റെ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവൻ നിന്ന് ഫോൺ ചെയ്ത് കളിക്കുന്നു. അല്ല, എന്താ മീനാക്ഷി നീ ഇങ്ങനെ ചൂടാവുന്നേ? എന്താ മീനാക്ഷി നീ ഇങ്ങനെ ചൂടാവുന്ന? കഴിഞ്ഞ 6 മാസം സമയം ഉണ്ടായിട്ടും നിനക്ക് നിന്റെ കാമുകിയോടൊപ്പം ഒളിച്ചോടാൻ കഴിഞ്ഞില്ലല്ലോ. ഇനിയിപ്പതേ ഇവിടെ ഹൽദിയും കല്യാണം ഒക്കെ ആയി. ഞാൻ എന്റെ വീട്ടുകാരെ കളിയാക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നേ? മീനാക്ഷി, പ്ലാനിങ്ങുകളെല്ലാം പല സ്ഥലത്തും പൊളിഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്ക് നീണ്ടുപോയി. നിനക്ക് പല എക്സ്ക്യൂസും പറയാം, പക്ഷെ ഞാൻ എന്റെ അമ്മയും വീട്ടുകാരെയും വഞ്ചിക്കല്ലേ ചെയ്യുന്നേ? മീനാക്ഷി, നീ നാളത്തെ ഒരു ദിവസവും കൂടെ ഒന്ന് ക്ഷമിച്ചാൽ മതി. കല്യാണത്തിന്റെ തലേന്ന് കാശ് തരാന്നാ എന്റെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശി സമ്മതിച്ചത്. ഏത് മുത്തശ്ശി? രാജലക്ഷ്മി മുത്തശ്ശി. ആ, അത് ശരി. എംബ്രാൻഡ് വിളക്കത്ത് ഭാര്യരുടെ അത്താഴം. ചെമ്പകമംഗലത്തെ കാശുകൊണ്ട് നിന്റെ പെണ്ണുകെട്ട്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയിന്ന് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, അങ്ങനെയല്ല മീനാക്ഷി. ആ കാശിന്ന് ഞാനൊരു ചില്ലി പൈസ എടുക്കില്ല. ആ പണം കാശ് കണ്ടാൽ അതേൽ കമഴ്ത്ത് വീണ് കെട്ടിപ്പിടിച്ച് ചാവുന്ന എന്റെ പാരന്റ്സിന്റെ കയ്യിലോട്ട് കിട്ടിയ അവരോട് ഞാൻ വേറെ കുറെ പണം മേടിക്കും. എന്നിട്ട് അതും കൊണ്ടാണ് ഞാനും എന്റെ പെണ്ണുമായിട്ട് അങ്ങ് മുങ്ങാൻ പോകുന്നത്. ഈ കള്ളക്കഥകൾ പറഞ്ഞൊപ്പിക്കാൻ വാക്കുകൾക്ക് നീ ബുദ്ധിമുട്ടണ്ട. എന്റെ ചെമ്പകമംഗലത്തെ കാശും കൊണ്ട് മുങ്ങാനാണ് നിന്റെ പ്ലാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പാരയ്ക്ക് നിനക്കിട്ട് ഞാൻ മറുപാര വെച്ചിട്ടുണ്ട്. എന്തിനാടാ നീ ഇങ്ങനെ കിടന്ന് ഉരുളുന്നേ? എന്റെ മുത്തശ്ശി തരുന്ന പണവും കൊണ്ട് മുങ്ങാനാ നിന്റെ പദ്ധതി എന്ന് ഞാൻ എന്നേ അറിഞ്ഞിരിക്കുന്നു. അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഹൽദിക്ക് മുൻപ് നീ ഒന്ന് പോയി തന്നാ മതി, വെറുതെ എന്നെ ഇട്ട് വലയ്ക്കാതെ. എന്തായാലും ഇത്രയും വിശാല മനസ്സ് കാണിക്കുന്ന നിന്നെ ഒരു കാരണവശാലും ഞാൻ ഉപദ്രവിക്കില്ല. മഞ്ഞൾ കല്യാണം നടക്കുന്നതിന് മുമ്പ് മുത്തശ്ശി പണം എന്റെ അച്ഛന് കൈമാറും. ആ പണം കയ്യിലോട്ട് കിട്ടിയ ആ നിമിഷം ഞാൻ എന്റെ കാമുകിയുമായിട്ട് ഒളിച്ചോടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.